ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടൊന്ന് കാര്യമാണ്. ഹായ് ഓൾ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പഴയ കാലത്ത് ഉണ്ടാക്കണ ഒരു നല്ലൊരു ചായക്കടിയാണ് ഇട്ടത്. ഹെൽത്തി ആയൊരു ചായക്കടിയാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പയറ് വെള്ളത്തിലിട്ട് കുതിർത്ത് കാണ്ടി നമ്മൾ അടുപ്പുമലാട്ടാ തീ വെച്ചിട്ടുണ്ടത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ച് കാണ്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിക്കണേ. അപ്പോൾ ലേശം രാഗി ഉണ്ട് കേട്ടോ നമ്മളടുത്ത്. അപ്പോൾ രാഗി പൊടിയാണെങ്കിൽ പൊടി എടുത്താൽ മതി. അപ്പോൾ രാഗി ആയതുകൊണ്ട് അപ്പോൾ നമ്മളത് കൈകിയൊക്കെ അതിൻ്റെ കല്ലും മുള്ളൊക്കെ ഒഴിവാക്കിക്കാണ്ട് വെള്ളം വാരാൻ വെച്ച് കാണ്ട് നമ്മളിതാ പൊടിക്കണ ജാറിലിട്ട് കാണ്ട് ഒന്നിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രാഗിയാണിത്. അപ്പോൾ നാടന് രാഗിയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരാൾ തന്നതിന് അപ്പോൾ ഇതാ നമ്മൾ നന്നായി പൊടിച്ചൊക്കെ എടുത്തിക്കണേ. അപ്പോൾ നമ്മൾ പയറൊക്കെ ഇവിടെ വെന്ത് സെറ്റായിക്കണം കേട്ടോ. അതിക്ക് വെള്ളമൊക്കെ അതിക്ക് പാകമായി വന്നിക്കണേ. അപ്പോൾ ഇത്തിരി വെള്ളം ഉണ്ടിച്ചിട്ടും കുഴപ്പമില്ല. അപ്പോൾ നല്ല കുറേ നേരം പൊതിർന്നതുകൊണ്ട് പെട്ടെന്ന് വെന്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ അതിക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് അപ്പം ഇനി നമ്മൾ ഒന്ന് അടുപ്പൊക്കെ ഒന്ന് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഈ പൊടിച്ച രാഗി ഉണ്ടല്ലോ അത് നമ്മളൊരു പിന്നെ ഉരുളിക്ക് ഇട്ട് കൊടുത്തുകാണ്ട് ഒന്ന് കലക്കിക്കാണ്ട് ജാറ് കൈകിയ വെള്ളം അയക്കാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടാ. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ച് കാണ്ടാവുന്ന നന്നായിട്ട് കുറുക്ക് പോലെ കുറുക്കിയെടുക്കുകയാണേ. അപ്പോൾ നമുക്ക് അത് നല്ലാണ്ട് കുറുകി വെന്തോട്ടിട്ടാ. അപ്പോൾ ഈ രാഗിയൊക്കെ പച്ച രാഗിയാകുമ്പോൾ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അലുവ പോലെ ഇങ്ങനെ കട്ടായി കൊട്ടിയാണ് വരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. നല്ല ഹെൽത്തിയാണ്. നല്ല ചോരയും നീരൊക്കെ ഉണ്ടാവണം. നല്ലൊരു പിന്നെ ഇതല്ലേ നല്ലൊരു ഹെൽത്തി ആയൊരു ഭക്ഷണമാണ് ഇട്ടത്. അപ്പോൾ നമ്മളിതാ അതിക്ക് ഒരു മുറി തേങ്ങ പോലെ നമ്മൾ ചരിഞ്ഞിക്കാണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് തിന്ന് നോക്കണം കേട്ടോ. നമ്മൾ ഈ പൊരിച്ചതും കരിച്ചതും ഒക്കെ തിന്നുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിങ്ങാണ്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താലല്ലേ കുട്ടികൾ തിന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പോൾ രാഗിൻ്റെ പൊടിയായാലും മതി. അപ്പോൾ നമ്മൾ വെന്ത പയറുണ്ടല്ലോ അപ്പോൾ അത് ഇതിക്കാൻ ഇട്ട് കൊടുത്തിക്കണം. ഇനിയും ചെറുപയറായാലും മതി കേട്ടോ. ഇത് വൻപയറാണ്. അപ്പോൾ ഇത് ചെറുപയറായാലും മതി. ചെറുപയറായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിക്കണേ. അപ്പോൾ അതൊക്കെ നന്നായി ഇളക്കി നന്നായി സെറ്റായിക്കണം കേട്ടോ. സെറ്റായാണ് വന്നിക്കണേ. അപ്പോൾ അതാ നമ്മൾ റെഡി ആയിക്കണേ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയതിന് കേട്ടോ. അപ്പോൾ എന്നാലല്ല 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയതിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ അതാ നമ്മൾ ഉണ്ട് വിളമ്പാണ് ഇട്ടത്. അപ്പോൾ ശരിയായി റെഡിയായിക്കെ വന്നിക്കണേ. അപ്പോൾ വിളമ്പി വെക്കുകയാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഒരു ടിപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ കുറച്ചാൾക്ക് മധുരം ഇല്ലാത്തത് വേണം. അപ്പോൾ കുറച്ചുണ്ട് ഒഴിച്ച് കാണ്ട് പിന്നെ ലേശം ചക്കര വെള്ളം അതിക്ക് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. എല്ലാവർക്കും മധുരം അങ്ങനെ പറ്റില്ല. എനിക്ക് നല്ല മധുരം വേണം. അപ്പോൾ കുറച്ചുണ്ട് മുക്കി വെച്ച് കാണ്ട് അതിക്ക് മധുരം ഇട്ട് കൊടുക്കുകയാണ്. മധുരവെള്ളം ചക്കര വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട് വെന്ത് റെഡി ആയിക്കണേ. അപ്പം ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം മുറുകി വരികയാണ് ഇക്കാരം. അപ്പം നമ്മൾ ലേസണ്ട് വിളമ്പി വെക്കുക. അപ്പം ഇതൊരു കഴിക്കണ ടിപ്പും കൂടി നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഉമ്മ പറഞ്ഞ് പണ്ടൊക്കെ ഇതിങ്ങനെയാണല്ലോ കഴിക്കലിട്ടാ. അപ്പം നമ്മൾ രസം ഈ പിലാപ്പിലുണ്ടല്ലോ പ്ലാവിൻ്റെ ഇല അത് എടുത്തു കൊണ്ടുവന്ന് വെച്ചാണ്. ഇനി പച്ചായാലും വേണ്ടിയില്ല ഉണങ്ങിയതായാലും വേണ്ടിയില്ല. അപ്പോൾ ഉണങ്ങിയത് നമുക്ക് വേണ്ട കിട്ടിയതാണ് പൂത്തത്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കയ്യിലാക്കി കാണാണ് കുത്തട്ടാ. അപ്പോൾ ഈ ഇല ചൂടുള്ള തീക്കണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഇലൻ്റെ നീരും അയക്കണ്ട് പിടിച്ചുമ്പോൾ നല്ല ഹെൽത്തിയാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ആണല്ലോ കഞ്ഞി കുടിക്കുമൊക്കെ. ഞാനൊക്കെ കുട്ടിക്കാലത്ത് കഞ്ഞിയൊക്കെ കുടിച്ചതിൻ്റെ ഓർമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇതും ഇങ്ങനെ കുടിക്കുന്ന അട്ടമ്മ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒന്ന് ആക്കി നോക്കിയതാണ്. അപ്പോൾ നമുക്ക് രണ്ടൊന്ന് ലാഭമാണ്. പിന്നെ ഹെൽത്തിയായി നമുക്ക് കിട്ടും ചെയ്യും. കയ്യിലാണെങ്കിൽ കൈകും വേണ്ട. കയ്യിലും സ്പൂണൊന്നും തെരഞ്ഞു പോകണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത് കണ്ടുകാണ്ട് ഒന്ന് കഴിക്കാൻ നോക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇങ്ങനെ മുക്കിക്കാണ്ട് നമുക്കിങ്ങനെ കുടിച്ച് കൊടുക്കട്ടെ. ചൂടാറിൻ്റെ ശേഷം ചൂടോടൊക്കൊന്നും കഴിക്കാൻ പാടില്ല. കഴിച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാക്ക് പൊള്ളലാണ് ഈ കരട്ടാ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ഒക്കെ കൂടുതലിട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ അഭിപ്രായങ്ങൾക്കും നിങ്ങൾ കമൻറ്റ് ചെയ്ത് കാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ.
അപ്പം ഇനി നമ്മൾ നല്ലൊരു വീഡിയോസ് ആയിട്ട് ഇനി നമ്മൾ അടുത്ത് തന്നെ വരും ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.